അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ച ആലൻ ഷെറിൻ എബ്രഹാമിന് ജന്മനാട് യാത്രാമൊഴി ചൊല്ലുന്നു. പത്തനംതിട്ട വാലുമണ്ണിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. മന്ത്രി വി എൻ വാസവൻ വീട്ടിലെത്തി ആദരമർപ്പിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചയ്ക്ക് 3 മണിക്ക് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലാണ് സംസ്കാരം. 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് 10 മാസം പ്രായമുള്ള ആലൻ ഷെറിന്റെ മടക്കം. മല്ലപ്പള്ളിയിൽ നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, മലയാളക്കരയുടെ ആകെ സങ്കടമായി മാറിയിരിക്കുകയാണ് ആലിൻ. അവിടെ പൊതുദർശനം എത്ര മണിവരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? അമൃത, കുഞ്ഞുമാലാക ആലൻ ഷെറിൻ എബ്രഹാമിൻ്റെ പൊതുദർശനം ഇപ്പോൾ വീട്ടിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടിയാണ് മാലാക കുഞ്ഞിൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ വീട്ടിൽ രാവിലെ 8 മണിക്ക് കൊണ്ടുവന്ന സമയം മുതൽ തന്നെ ഈ സമയത്തും 100 കണക്കിന് ആളുകൾ ആ കുഞ്ഞിനെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ, അതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഈ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ കുടുംബാംഗങ്ങളെ മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് 2 മണി വരെ മാത്രമാണ് കുഞ്ഞിൻ്റെ പൊതുദർശനം നടത്തുക. പൊതുദർശനത്തിന് ശേഷം 2 മണിയോടുകൂടി ശവസംസ്കാര ശുശ്രൂഷകൾ വീട്ടിൽ ആരംഭിക്കും. അതിനുശേഷം 3 മണിയോടുകൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകും. സെൻറ് തോമസ് CSI പള്ളിയിലേക്കാണ് കൊണ്ടുപോവുക. 3 മണിക്ക് പള്ളിയിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ കൂടി നൽകും. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ അവയവദാന ചരിത്രത്തിൽ പുതുചരിത്രം രചിച്ചുകൊണ്ടാണ് 10 മാസം പ്രായമായ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് നിത്യതയിലേക്ക് പോകുന്നത്. വളരെ കുറച്ച് കാലം മാത്രമാണ് ആ കുഞ്ഞിന് ഭൂമിയിൽ ചിലവഴിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ആ കുഞ്ഞ് നിത്യതയിലേക്ക് പോകുമ്പോൾ നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ പേര് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നെയാണ് ആ മാലാക കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്നത്. ആലൻ ഷെറിൻ എബ്രഹാം എന്നുള്ള പേര് കേരളക്കര ഒരിക്കലും മറക്കില്ല. അത്രമാത്രം ആഴത്തിലേക്ക് ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ പേരും ആ കുടുംബവും ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ശരി. ഷിജോ കുര്യനാണ് മല്ലപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.